ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയും ആദർശും ഒന്ന് ചുറ്റിക്കറങ്ങാൻ പോയത് വലിയ ഭൂകമ്പമാക്കി മാറ്റിക്കളഞ്ഞു ആ തറവാട്ടിലുള്ളവർ, പ്രത്യേകിച്ച് ജലജയും ദേവയാനിയും. പക്ഷേ പോകുമ്പോൾ ഒന്ന് പറഞ്ഞിട്ട് പോകണം എന്നുള്ളത് ബാക്കിയുള്ളവരെല്ലാവരും ഒരു ഇത് വെക്കുകയും ചെയ്തു. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ ആദർശിനെ വിളിച്ചുകൊണ്ട് പോയാണ് നയനയാണെങ്കിലും എല്ലാവരുടെയും മുന്നിൽ ആദർശാണ് നയനയെ വിളിച്ചുകൊണ്ട് പോയത് എന്ന് വരുത്തി തീർത്തു നമ്മുടെ നയന. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളത് ആദർശിന് മനസ്സിലായി. ആദർശ് എങ്ങനെയൊക്കെ നയനയെ അകറ്റാൻ ശ്രമിക്കുന്നു, അതിനനുസരിച്ച് ആദർശ് നയനയെ കൂടുതൽ സ്നേഹിക്കുകയാണെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ നയനയുടെ ലക്ഷ്യം. എന്തായാലും മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ ചൂളി നിൽക്കാൻ മാത്രമേ ഇപ്പോൾ ആദർശിന് കഴിയുന്നുള്ളൂ. നയനയെ ഒറ്റക്കൊടുത്തുകൊണ്ട് സംസാരിക്കാനായിട്ട് കഴിയുന്നതുമില്ല. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും നോട്ടത്തിൽ ആദർശിന് നയനയെന്ന് പറഞ്ഞാൽ ജീവനാണ്. അതുപോലെ തന്നെ ഭയങ്കര ലവബിളാണ് ഇവർ രണ്ടുപേരും എന്നൊക്കെയുള്ളൊരിത്. അങ്ങനെ ആ വീട്ടിൽ എന്തു പ്രശ്നം സംഭവിച്ചാലും എന്ത് കാര്യം നടന്നാലും എല്ലാത്തിനും നെഗറ്റീവ് അടിക്കുന്ന ജലജ ഇരുന്ന് ഈ കുശുമ്പും കുന്നായ്മയും പറയണ സമയത്ത് ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ കനകം, ഇവളാണ് ഈ വീട്ടിലെ വിഷം, ഇവളെയാണ് ആദ്യം കൊല്ലേണ്ടത് എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ എല്ലാത്തിനും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ജലജയ്ക്ക് എന്നും അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. ഇവർ രണ്ടുപേരെയും കുറ്റക്കാരാക്കി ഇങ്ങനെ, അതായത് നയനയും ആദർശും കുറ്റക്കാരാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർത്തു. എന്തോ മഹാ അപരാധം ചെയ്തു എന്ന രീതിയിൽ വരുത്തി ആ വീട്ടിൽ നയനയ്ക്ക് ഒരു ഇതും ഇല്ലാണ്ട് അങ്ങനെ ആക്കുക. അതിനനുസരിച്ച് നയന സേഫ് ആയിക്കൊണ്ട് അതെല്ലാം ആദർശിൻ്റെ തലയിലേക്ക് വെച്ചും കൊടുക്കുന്നു. ആദർശനാണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ദേഷ്യമാണ്. എന്നിട്ട് റൂമിലെത്തിക്കഴിയുമ്പോൾ നയനയോട് ചൂടാവുന്നു. നീ വലിയ സത്യസന്ധയാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഏൽക്കാനുള്ള ചങ്കൂറ്റം കാണിക്കണവടി, അല്ലാതെ അത് എൻ്റെ തലയിൽ വെച്ച് കെട്ടുകല്ലടി വേണ്ടത് തുടങ്ങിയ രീതിയിലൊക്കെ പറഞ്ഞ് ആദർശിൻ്റെതായ രീതിയിൽ അങ്ങനെ ഓരോ ഇതൊക്കെ പറയണം. എന്തായാലും സെറ്റപ്പാണ്, അടിപൊളിയാണ്. വഴക്കും കാര്യങ്ങളൊക്കെ രസകരമായ രീതിയിൽ തന്നെ പോണു. ഈ സമയം ജലജയ്ക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന പണിയൊക്കെ നമ്മുടെ കനകം നൈസായിട്ട് അടിയിൽ കൂടെ കൊടുക്കുന്നുമുണ്ട്. കനകത്തിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനൊന്നും ജലജയ്ക്ക് കഴിയത്തില്ല. കാരണം ജലജയെ വിറ്റ കാശ് നമ്മുടെ കനകത്തിൻ്റെ കയ്യിലുണ്ട്. ഇത്തവണ എന്തായാലും ആരും കാണാതെ നമ്മുടെ നവ്യ ആഭരണങ്ങളൊക്കെ എടുത്ത് പാത്ത് വെച്ചിരിക്കുകയായിരുന്നു. അതെല്ലാം എടുത്ത് ഇതിൻ്റെയൊക്കെ അളവും കാര്യങ്ങളൊക്കെ നോക്കി ഇതിൻ്റെ ഭംഗിയൊക്കെ നോക്കി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെരുങ്കള്ളനായ ഭർത്താവ് അതിലെ വരുന്നത്. അഭി വന്ന് ഈ സ്വർണവും അതുപോലെ നവ്യയും ഒക്കെ കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ കയ്യിൽ കുറേ ഉണ്ടല്ലോ എന്ന് ചോദിച്ച് നോക്കാം എന്നുള്ളൊരിതിൽ ഇങ്ങനെ നേരെ നവ്യയുടെ അടുത്തേക്ക് ചെല്ലുക. വേഗം തന്നെ നവ്യ ആഭരണങ്ങൾ, അപ്പോൾ അഭി വന്നത് കണ്ടില്ല. ആഭരണങ്ങൾ എടുത്ത് പെട്ടിയിൽ വെച്ച് തിരിയുന്നത് അഭിയുടെ നേരെയാണ്. അപ്പോൾ മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. എന്താ അഭി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം എനിക്ക് കുറച്ച് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്, ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപയുടെ ആവശ്യമോ? നിനക്കോ? ഇപ്പം നിനക്കെന്തിനാ 10 ലക്ഷം രൂപ? അത് പിന്നെ എനിക്കൊരു ബിസിനസ് തുടങ്ങാനാണെന്ന് പറഞ്ഞപ്പോൾ. ബിസിനസ് തുടങ്ങാനോ? അപ്പോൾ ഇന്നലെ നീ പറഞ്ഞത് എന്തോ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പോവുകയാണെന്നാണല്ലോ. എന്താ അതിനിപ്പോൾ ക്യാഷ് ആയോ എന്ന് ചോദിച്ചു. ഇത് നീ ഇങ്ങനെയൊന്നും ചോദിക്കല്ലേ, അതിൻ്റെ വഴികൾ ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കിക്കോളാം. പക്ഷേ എല്ലാം കൂടി എന്നെക്കൊണ്ട് സാധിക്കില്ല. എനിക്കൊരു ബിസിനസ് തുടങ്ങണം. നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ ഞാൻ വെറും ഒരു ശമ്പളക്കാരനല്ലേ, ആ ശമ്പളക്കാരനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു പിടിച്ചു നിൽപ്പും നമ്മളുടേതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചപ്പം, നിൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡ് ഉണ്ടല്ലോ, ആ ഗോൾഡ് എനിക്കൊന്ന് തന്നു സഹായിക്കാമോ എന്നും ചോദിച്ചുകൊണ്ട് അഭി ചോദിച്ചപ്പോൾ നവ്യ കൊടുക്കുകയല്ല. നവ്യ ഒരു രീതിയിൽ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചെവി അറിയാതെ ഭർത്താക്കന്മാരെ സഹായിക്കേണ്ടത് ഭാര്യമാരാണെന്നും അവരാണ് ഭർത്താക്കന്മാർക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടത്, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ ആഭരണങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടൊന്നും വേണ്ട എന്ന് ഭാര്യ ഭർത്താവിനോട് പറയണം. നീ എന്താ മോളെ ഇങ്ങനെ പറയണേ എന്ന് ഭർത്താവ് ചോദിക്കുന്ന സമയത്ത് നിനക്ക് ഞാൻ ആഭരണങ്ങൾ തരില്ല എന്ന് തന്നെ പറയാം. ശരി ആയിക്കോട്ടെ, നീ തന്നില്ലെങ്കിൽ തരണ്ട, അത്രത്തോളം ഉണ്ട് നിനക്ക് എന്നോടുള്ള ആത്മാർത്ഥത. സംസാരിക്കുന്ന സംസാരങ്ങളിൽ മാത്രമേ ആത്മാർത്ഥതയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് അഭി അന്നേരം ഇങ്ങനെ പറഞ്ഞു. അതും പറഞ്ഞ് അഭി അങ്ങോട്ടേക്ക് പോയി. നവ്യ അന്നേരം എന്തെല്ലാം പറഞ്ഞാലും തൻ്റെ സ്വർണം തരില്ല എന്ന് തന്നെ മനസ്സുകൊണ്ട് ഇങ്ങനെ ഉറപ്പിച്ച് നിൽക്കുക. ഈ സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ നടക്കുമ്പോൾ താഴെ ഇവരെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന കമ്പനി കാര്യങ്ങളും അതുപോലെ ഇപ്പോഴത്തെ ലാഭനഷ്ട കണക്കുകളും ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇവരുടെ കമ്പനിക്ക് അല്ലെങ്കിൽ ഇവരുടെ സ്വർണ്ണക്കടയ്ക്ക് ഉണ്ടായ ആ ഒരു വലിയ മെച്ചം, അതുപോലെ ഇവരുടെ ആഭരണങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഡിമാൻഡ്, ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നു. അഭിയും അന്നേരം അവിടെ കക്കാനുള്ള ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. ഇവർ ഇങ്ങനെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആദർശിനോട് അച്ഛൻ പറയുകയാണ്, കമ്പനിയിൽ, അതായത് നയനമോളുടെ
ആ ഒരു ഡിസൈൻസിന് ഭയങ്കര മാർക്കറ്റിംഗ് ആണ്. അവൾ ചെയ്യുന്ന ആ ഡിസൈൻസ് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് നയനയെ പുകഴ്ത്തി സംസാരിക്കുക. ഇതൊക്കെ കേൾക്കുന്തോറും ദേവയാനിക്ക് ഭയങ്കര കലിപ്പ്. ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനിയുടെ മുന്നിൽ നയന വലിയവളാവുകയാണല്ലോ, അതിൻ്റെ കലിപ്പിൽ നിൽക്കുക. പക്ഷേ നയനയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ കനകത്തിന് ഭയങ്കര സന്തോഷമായി. കനകം അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ നയനമോൾ ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ജലജയ്ക്കും ഒക്കെ ഭയങ്കര കുശുമ്പും കുന്നായ്മയും കയറി നിൽക്കുക. ഈ സമയം അവിടെ ഭയങ്കര കാര്യമായിട്ട് ഇവരിതിനെ പറ്റിയും ഇനി അങ്ങോട്ട് ഇവരുടെ കമ്പനിയുടെ ഉയർച്ചയെ പറ്റിയും നയനമോൾ ഡിസൈൻ ചെയ്താൽ ഇനി വരാൻ പോകുന്ന ലാഭത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നവ്യ ഇല്ലാത്ത തക്കം നോക്കി മുറിയിൽ കയറി അലമാരി തുറന്ന് നവ്യയുടെ ആഭരണങ്ങളൊക്കെ അഭി അടിച്ചു മാറ്റുക. ഈ ആഭരണങ്ങളെല്ലാം നിനക്ക് ഇവിടെ വന്നതിന് ശേഷം കിട്ടിയതല്ലേ, ഇത് നീ കൈയടക്കി വെച്ചിട്ട് നീ അങ്ങനെ കയറി സുഖിച്ചിരിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് അഭി അതിങ്ങനെ എടുക്കുന്നത്. ഇതിടാനുള്ള യോഗ്യതയൊന്നും നിനക്കില്ല എന്നുള്ള കാര്യമൊക്കെ മനസ്സുകൊണ്ട് സ്വയം നിന്ന് പറഞ്ഞ് ഈ ആഭരണം മുഴുവൻ എടുത്ത് ഇറങ്ങി. അപ്പോൾ ഈ അഭി താഴെ ഇവരെല്ലാവരും ഇരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒന്നും കണ്ടില്ല. ഇതൊന്നെങ്കിൽ കൊണ്ടുപോയി കാശാക്കുക എന്നുള്ളതാണ് അഭിയുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് അഭി അതുമായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നത്. അപ്പോൾ അഭി ഈ സാധനമായിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് എല്ലാവരും കൂടെ ഹോളിൽ തന്നെ ഇങ്ങനെ കൂടിയിരിക്കുന്നു. ഇത് കണ്ടപ്പോഴത്തേക്കും അഭിയുടെ ഉള്ള കിളി പറന്നുപോയി. ഇനി ഇവരെ എല്ലാവരെയും കടന്നു വേണം ഇതുമായിട്ട് പോവാനായിട്ട്. അപ്പം അങ്ങനെ അഭി അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് ആദർശ് ഇത് ഈ ബോക്സ് എല്ലാം കൂടെ പിറകിൽ ബാക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് പോണത്. അപ്പോഴേക്കും അഭിയെ പിടിച്ച് നിർത്തി ആദർശ്. അഭി നീ ഇതെങ്ങോട്ടാണെന്ന് ചോദിച്ചു. നിൻ്റെ കയ്യിലെന്താ? ഒന്നുമില്ല ഏട്ടാ, ഞാൻ ദേ ഈ പുറത്തേക്കൊന്ന് പോവുകയാണെന്ന് പറയുമ്പോൾ നിൻ്റെ കയ്യിലെന്താണെന്ന് ചോദിച്ചു. കയ്യിലോ? കയ്യിലൊന്നുമില്ല. നിൻ്റെ കയ്യിലെന്തോ ഉണ്ട്, നീ പിന്നിൽ മറച്ചു പിടിച്ചിരിക്കുന്നത് എന്താണ്, അത് കാണിക്കാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് ആദർശ് അഭിയെ നിർബന്ധിക്കാൻ തുടങ്ങി. അഭിയാണെങ്കിൽ നിന്നങ്ങ് ഉരുകാൻ തുടങ്ങിയില്ലേ. എന്ത് ചെയ്യുമോ, ഒരു രക്ഷയില്ല. ഇത് കാണിക്കാതെ അവിടുന്ന് പോകാനും പറ്റത്തില്ല. കാരണം എല്ലാവരും അവിടെ കൂടിയിരിക്കുക. നീ കാണിക്ക അഭി എന്ന് പറഞ്ഞ് ആദർശ് കുറേ തവണ ഇങ്ങനെ പറഞ്ഞു. പിന്നെ നിവർത്തി കെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ എടുത്ത് കാണിക്കാതെ നിവർത്തിയില്ലാതെ വന്നപ്പോഴത്തേക്കും ആശാൻ എടുത്ത് കാണിച്ചപ്പോൾ ഇതെന്താ ആഭരണപ്പെട്ടിയോ? നിനക്കെന്തിനാ ഇത് എവിടുന്നാ ഇത് പിന്നെ കടയിലെ കുറച്ച് ന്യൂ മോഡൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുക. അപ്പോഴേക്കും ന്യൂ മോഡലോ, നീ ആർക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണെന്ന് ജലജ ചോദിച്ചു. അഭി എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു നവ്യ. അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ ഈച്ച പൊതിയുന്നത് പോലെ അഭിയെ പൊതിഞ്ഞ് നിൽക്കുക. അഭിയാണെങ്കിൽ നിന്ന് വേർത്ത് ഒഴുകാൻ തുടങ്ങി, മഴയത്തിറങ്ങി നിൽക്കുന്ന അവസ്ഥ. അങ്ങനെ അഭി നിന്ന് ഉരുകിക്കൊണ്ടിരിക്കുമ്പോഴേക്കും കാണിച്ച് അഭി ഞാൻ നോക്കട്ടെ അഭി എന്നും പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ എടുത്ത് നമ്മുടെ നവ്യ തുറന്നു നോക്കുമ്പോൾ നവ്യ തന്നെ ഞെട്ടിപ്പോയി. ഇത് പുതിയ ആഭരണങ്ങളല്ലല്ലോ, ഇതെൻ്റെ അലമാരിയിലിരുന്ന് എൻ്റെ ആഭരണങ്ങളാണല്ലോ, ഇതെന്തിനാ നീ എടുത്തത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പോൾ നവ്യ അറിയാതെ ഇവനെന്തിനാ ആഭരണം എടുത്തത്, അതൊരു ചോദ്യമായി. നീ എന്തിനാ അഭി ഇതെടുത്തത്? എന്നോട് ചോദിക്കാതെ നീ ഇതെടുത്തുകൊണ്ട് പോവുകയാണോ? ബിസിനസ് തുടങ്ങാനോ? പിന്നെ കള്ളി മുഴുവൻ വെളിച്ചത്തായേ. നവ്യ പിന്നെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് അങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും അഭിയുടെ ബിസിനസ്സും പൂട്ടി, എല്ലാം പൂട്ടി, മൊത്തത്തിൽ കുളമായി. കള്ളൻ എന്നുള്ള പേരും കിട്ടി. അങ്ങനെ അഭിയെ അവിടെ ഇട്ട് ശരിക്കും പറഞ്ഞാൽ തിളച്ച എണ്ണയിലിട്ട് വറുത്ത് കോരി എടുത്തെന്ന് പറയാം. ഇതിനൊക്കെ കാരണമായ നവ്യയെ കണ്ട് പല്ലെറിമി പിടിച്ചിങ്ങനെ നിൽക്കുക. ആദർശിൻ്റെ, വല്യച്ഛൻ്റെ, ആരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടി അഭിയുടെ നാവിലില്ല. കുഴഞ്ഞ് ചക്ക കുഴയുന്നത് പോലെ കുഴഞ്ഞു കിടന്ന് വർത്തമാനം പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി അഭി എന്തോ ഒരു തരികിട കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. അതാണ് ഇപ്പോൾ പൊളിഞ്ഞു ഫ്ലോപ്പായി പോയതെന്നുള്ളത്. അഭി അങ്ങനെ ആ ഒരു ഇതിൽ നാണം കെട്ട് അങ്ങനെ നിൽക്കുവാണ്. എന്തായാലും അഭി ഇനി ആരുടെയും മുഖത്ത് നോക്കേണ്ടി വരില്ല, അത്രയ്ക്കിതായി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആദർശ് റൂമിൽ പോയിരിക്കുന്ന സമയത്ത് ആദർശിൻ്റെ കാലിന് ഭയങ്കര വേദന. അങ്ങനെ ആദർശ് വേദന സഹിച്ചിരിക്കുമ്പോൾ നയനെ അങ്ങോട്ടേക്ക് ചെന്നു. എന്താ ആദർശേട്ടാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ കാലിന് ഭയങ്കര ഒരു വേദന ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ തിരുമ്മി തരാം എന്നും പറഞ്ഞ് നയന ഇത് തിരുമ്മി കൊടുക്കുക. അപ്പോൾ തിരുമ്മി കൊടുക്കുന്ന സമയത്ത് നയന ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ ഇതെല്ലാം കൂടി അഭിയോട് ഇങ്ങനെ പറയുന്നു. ഞാനാണിതൊക്കെ ചെയ്തു തരാനുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അന്നേരം നീ എനിക്കൊന്ന് തിരുമ്മി തരുന്നതിന് ഇത്രയ്ക്കോ ഇത് ബിൽഡപ്പ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നിനക്കും നിൻ്റെ ചേച്ചിക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ജീവൻ പണയം വെച്ചാണ് ഞാൻ നിന്നോടൊപ്പം നിന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നീ തിരുമ്മി തരുന്നതൊന്നും വലിയ കാര്യമല്ല എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് നയനയോട് പറഞ്ഞു. അന്നേരം നയന പറഞ്ഞു, ആദർശേട്ടൻ എനിക്കോ എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും നിസ്സാരമാണെന്ന് ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ആദർശേട്ടൻ അങ്ങനെ പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് നയന തൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ പറഞ്ഞത് അബദ്ധമായി പോയി എന്നോർത്ത് ആദർശ് അങ്ങനെ ഇരിക്കുക. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാൻ ആദർശ് തയ്യാറല്ല. ആദർശ് ഇങ്ങനെ തൻ്റേതായ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇവർക്കിടയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു. എന്തായാലും പെരുങ്കള്ളൻ അഭിക്ക് നല്ലൊരു സൂപ്പർ ശിക്ഷ തന്നെ നമ്മുടെ മുത്തശ്ശൻ വിധിക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ അഭിയെ പേടിച്ച് വീട്ടിൽ സാധനം
സ്വപ്നങ്ങൾ പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറിയിരിക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.